അവസാനിപ്പിക്കണം. അതിന് നീ എന്തോ തുടങ്ങിയത് ജീവിതത്തിൽ? ടൈം പാസിന് തുടങ്ങിയ പ്രേമ അവള് ഒരു സീരിയസ് ആയി. അപ്പൊ കെട്ടണം. നിന്റെ അപ്പം കെട്ടി പോടാ പറ്റി. എനിക്കൊന്നും വയ്യ. നീ അവളൊക്കെ ഒന്ന് പിടിച്ച രണ്ടുപേരും പിടിക്കടാ. നല്ലോണം പിടിക്കും. പെണ്ണുള്ളതിന്റെ അഹങ്കാരം ഇല്ലാത്തവരെ അതിന്റെ വശം പറയത്തോളാ പട്ടി. എടാ ഞാനിത് ടൈം പാസിനല്ലടാ തുടങ്ങിയത്. നീയൊക്കെ ടൈം പാസിന് പ്രേമിക്കുന്ന, ഞാനൊക്കെ ടൈം പാസിന് ചായ കുടിക്കാറാണ് പതിവ്. നീ എന്തോ ചെയ്യുന്നത്? ഞാൻ സിനിമയ്ക്ക് പോവും. നീയാ? അതൊന്നും പറയാൻ കൊള്ളത്തില്ല. എടാ ഞാനൊരു കുട്ടികൾക്ക് പ്രേമിച്ച് ടൈം പാസ് ചെയ്തല്ലേ ഉള്ളൂ. നിന്നെ പോലുള്ള ആഭാസന്മാരെ കാരണം അവിടെ ആത്മാർത്ഥ പ്രണയമുള്ള ആ പിള്ളേരെ പെൺപിള്ളേര് മനസ്സിലാക്കാനാ പോകുന്നത്. മലരെ അവൻ എന്തേലും കാണിക്കട്ടെ. നമ്മളെന്തിനാ ഈ രക്ഷ കൊള്ളുന്നേ? ഓക്കെ, എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തേക്കാം, നീ എടുത്തോ. ഞാൻ എടുക്കും. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് എന്താണ്? അല്ല, അവൻ പ്രേമിച്ച പെണ്ണിനെ നീ പ്രേമിക്കാൻ പോകും. അവൻ പ്രേമിച്ചില്ലേ? എനിക്ക് അവൻ അറിയാലോ, കുഴപ്പമില്ല. ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവള് പിന്നെ തേച്ചിട്ട് ഈ മൊണ്ണെ പ്രേമിക്കണം. സിമ്പിൾ. ഫ്രണ്ട്ഷിപ്പടാ ഒരു ഐഡിയ ഉണ്ട്. കൂട്ടത്തിൽ ഒരു പിഴ അവളെ റോങ് ആയിട്ട് നോക്കണം. പക്ഷെ ഇവൻ പ്രതികരിക്കരുത്. Now it makes sense. പക്ഷെ കൂട്ടത്തിൽ ഒരു പിഴ വേണ്ടേ? ഞാൻ തറവാട്ടി പറഞ്ഞു. പൈസനൊക്കെ റോഡ് കൂടെ നടന്നു പോന്നാണ്. ജെയ്സനാ? ഏത് ഊനമ്മാവിലെ? ആ കണാപ്പന അവിടെയാണ്. ജെയ്സനല്ലടാ ബൈസൻ. കാറ്റുപോത്ത്. ഈ വർക്ക് സൈഡിലെ കാര്യങ്ങളൊക്കെ ഞാൻ ആടെ വന്നിട്ട് പറയാ. നീ എന്താ ഇവിടെ? ആ സൈറ്റിൽ ഞാൻ ഇനി പോകുന്നില്ല മുതലാളി, പോകുന്നില്ല. എന്താ? രാവിലെ എണീക്കണം, കുളിക്കണം, പല്ല് തേക്കണം, ഇതൊക്കെ എനിക്ക് അലർജിയാണ്. എനിക്ക് മലയാളം നന്നാ മനസ്സിലാവും. എടോ, മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് ബാംഗ്ലൂർ നിന്ന് ഞങ്ങളെ ഈ മലരന്മാര് ഒരു കാര്യമില്ലാതെ കൊണ്ടിട്ട് പട്ടിയെ തല്ലുപോലെ തല്ലി. എന്നിട്ട് ഈ മലരന്മാരത്തുള്ള കലിപ്പ് തീർക്കാൻ വേറൊരു വലിയ മലറിന്റെ അടുത്ത് പോയി. ആ മലറിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതിരിക്കുകയാണ് ഈ മലരന്മാരെല്ലാം കൂടെ ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് തന്റെ മലരോട് തലമൊത്ത് ഞങ്ങളെ കേൾപ്പിക്കണം. താനൊന്ന് മലരോണ് ചെയ്യും. ഞങ്ങൾക്കൊരു മലരും ഇല്ല. മലരും ഈ ഷൊർണൂർ പോകാനുള്ള എളുപ്പ വഴിയതാ. എനിക്ക് അടുത്ത ആഴ്ച ഒരു PSC ടെസ്റ്റ് ഉണ്ട്. എങ്ങനെയാ പോകുന്നേ? ട്രെയിനില്. അറിവ് കേട്ടോ മുണ്ടമേ. പിന്നെ എന്തിനാടാ എളുപ്പം വഴി? ട്രെയിനിൽ കയറിയാ പോരെ, അവർ കൊണ്ടുപോയി വിടില്ലേ? ഞാൻ ചെയ്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാട്ട് പാടി, എന്നിട്ടും അടിച്ച്. കേസ് കൊടുക്കേണ്ട പരിപാടി അളിയത്. ആരാ മാതിരി? ഇവിടെ മറ്റേ കുട്ടിയും ഗ്യാങ്ങും ഇല്ല എളിയ. അവന്മാരെളിയ, അവന്മാര് ഇവിടുത്തെ വലിയ എന്തോ ആണ്. നിനക്കൊക്കെ ഇവിടുന്ന് മര്യാദക്ക് പഠിച്ചിറങ്ങണം. എന്നാ കിട്ടിയടിയും പഠിച്ചോണ്ട് മിണ്ടായിരുന്നു. പോട്ടെ, കിട്ടിയത് കിട്ടി. പോട്ടെ. അല്ല, നീ ഏത് പാട്ടാ പാടിയേ? അടിച്ചാ താങ്ക മാട്ടേ 4 മാസം அடிச்சா தாங்க மாட்டேன் 4 மாசம் தூங்க மாட்டேன் மோதி பாரு வீடு போய் சேர மாட்டேன் அடிச்சா தாங்க மாட்டேன் 4 மாசம் വണ്ടിയിൽ ആളെ കയറ്റ ഇറങ്ങുമ്പോ കായ് പഠിക്കാനുള്ള മുടുക്കുണ്ടാവണം. അല്ല കുഞ്ഞാക്ക, ഈ പാർട്ടിക്കാരൊക്കെ വന്ന് കേറുമ്പോ പാർട്ടിക്കാരാ മഴ വെക്കണം. ഏത് കള്ള ഹിമാറികൾ കയറിയാലും കായ് പഠിക്കാനുള്ള ഇടപാടില്ലാന്ന് എന്റെ കായ ഞാൻ പോകാം. അല്ല കുഞ്ഞാക്ക, അപ്പൊ ജമീല വ്യൂ വന്ന് കേറിയാല് ഓളങ്ങാനും കേറിട്ട് ഈ കായ് ചോദിച്ചു ഞാൻ അറിഞ്ഞ അന്ന് എന്റെ മയ്യത്താ. ജമീല ബീവി കേറിയിട്ട് കുത്തബ്മിനാർ കാണണമെന്ന് പറഞ്ഞ് ഈ അപ്പ തന്നെ വണ്ടി എടുത്ത് കൊണ്ടേ കാണിച്ചു കൊടുക്കണം. അത് കായ് വാങ്ങാണ്ട് മനസ്സിലാടാ. അതാ വരണ്ടല്ലോ. കുഞ്ഞാക്ക, അതെന്റെ വണ്ടിയാ. മനസ്സിലാടാ പന്നി. ഇതിലേതെന്റെ ചാവി? ഈ ചോന്നത്. അണക്കൊന്നും സുഖമില്ല. അണക്ക് തോറില്ല. എനിക്ക് ബാക്കി എല്ലാവരും കൊടുത്തേ. മാറണ്ട് പടച്ചോനെ, ഗോൾഡൻ ചാൻസാ. അല്ല, എന്റെ കൈയോടെ വെക്കേഷൻ ക്ലാസ് ഉണ്ട്. ബൈക്ക് ഇല്ല. ഹസ്ബൻഡ് ലീവ് കിട്ടി.
ടീച്ചറെ ടീച്ചർ പഠിക്കണ്ട, ഈ വട്ടം ദുബായിക്ക് ഞാൻ പോകുന്നുണ്ട്. ബുർജ് ഖലീഫിന്റെ മുന്നിൽ ഫോട്ടോ ഡെയിലി ഞാൻ അയച്ചിട്ടുണ്ട് ടീച്ചർക്ക്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.